എനിക്ക് തോന്നുന്നു ദില്ലി കണ്ടിട്ടില്ല, അല്ലെങ്കിൽ രാജതലസ്ഥാനം അടുത്തിടെയൊന്നും കണ്ടിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. ഇങ്ങനെ ഈ കുത്തിയിരുന്നു കൊണ്ട് ഈ മഴയത്തും പ്രതിഷേധിക്കുന്ന CJP പ്രവർത്തകർ അത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, കേരളത്തിൽ മുതൽ ജമ്മു കാശ്മീർ വരെ അങ്ങ് പല ഭാഗങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്ന് അടക്കം എത്തി കുറേയധികം ദിവസങ്ങളായി തമ്പടിച്ചുകൊണ്ട് ജന്തർ മന്ദറിൽ മുദ്രാവാക്യങ്ങൾ വിളിച്ച് പ്രതിഷേധ സ്വരങ്ങൾ ഉയർത്തിയ ആളുകൾ പാർലമെന്റിന് മുന്നിലേക്ക് കടത്തിവിടില്ല എന്ന് പറഞ്ഞ പോലീസിനെ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് പാർലമെന്റിന് മുന്നിൽ കാലാവസ്ഥയെല്ലാം മറികടന്ന് ഇപ്പോൾ പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങൾ, സാഹചര്യങ്ങളാണ് നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രുതി, തീർച്ചയായിട്ടും അഭിനന്ദ, ഇത് യുവതയുടെ സമരമാണ്. അവർ ഒട്ടും പിന്തിരിയില്ല എന്ന് ഇതിനോടകം തന്നെ പോലീസിനും കേന്ദ്രത്തിനും വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ പ്രതിഷേധം ശക്തമാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. അവരുടെ ആവശ്യമായി അവർ മുന്നോട്ട് പോകുന്നു, അതിൽ നിന്ന് പിന്തിരിയില്ല എന്ന് വ്യക്തമാവുകയാണ്. ആ സാഹചര്യത്തിൽ ഇനി അവർക്ക് മുന്നിൽ മുട്ടുമടക്കുമോ കേന്ദ്രം എന്നാണ് അറിയേണ്ടത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി हमें चाहिए तो चाहिए। बारिश है, बारिश आ रही, प्रोटेस्ट आंधी है, तूफान है, कुछ भी है, लेकिन यहाँ से हटेंगे नहीं। इधर बारिश आ रही, प्रोटेस्ट बिल्कुल बिल्कुल कंटिन्यू है प्रोटेस्ट हमारा। थोड़ा बारिश आ रहे प्रोटेस्ट कंटिन्यूस है, बिल्कुल कंटिन्यू रहेगा हमारा प्रोटेस्ट। बारिश में भी हम जब तक रिजाइन नहीं करवा लेते हम तब तक बैठे रहेंगे यहाँ पे। बिल्कुल हम यही पर हैं। सॉरी, अम्ब्रेला नो अम्ब्रेला। इधर प्रोटेस्ट कंटिन्यूस, यहीं पर ही भीगेंगे, नहाएंगे, आंधी है, तूफान है, कुछ भी है, लेकिन हम नहीं हटेंगे यहाँ से जब तक रिजाइन नहीं मिलेगा हमें। അതാണ് അഭിനന്ദൻ, നമ്മൾ പറഞ്ഞു നിർത്തിയതാണ്. യുവാക്കളുടെ സമരമാണ്, അവർ പിന്നോട്ട് പോകില്ല. इस बार हम यहीं बैठे रहेंगे, पीछे नहीं हटेंगे। यहाँ तक आए बड़े बहुत मुश्किल से, जंतर मंतर पे 1 महीना हो गया, वहाँ कुछ नहीं हुआ। कुछ ना कुछ तो करेंगे, बारिश आए कुछ भी आए, नहीं हटेंगे आज तो। ശ്രുതി, ഇപ്പോൾ കുട ചൂടിക്കൊണ്ടുള്ള പ്രതിഷേധം. ഇപ്പോൾ മഴയത്ത് എല്ലാവരും കുട നൂത്ത് പിടിച്ചിരിക്കുകയാണ്. ഈ കുട നൂത്ത് പിടിച്ചും എത്ര വലിയ കാലാവസ്ഥ പ്രതികൂലമായിക്കോട്ടെ യാതൊരുവിധ പ്രശ്നമില്ല. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നത് മാത്രമായിരുന്നു തങ്ങൾ യുവാക്കളുടെ ആവശ്യം. ഇപ്പോൾ ശ്രുതി, ഇപ്പോൾ ദൃശ്യങ്ങൾ കൂടുതൽ പോലീസുകാരുടെ എത്തുന്നു. പ്രതിഷേധത്തിന് ഇരിക്കുന്ന പ്രവർത്തകരെ മാറ്റാനുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനടുത്തേക്ക് നമ്മളിപ്പോൾ അഭിനന്ദ, ഇത്ര നേരം കുത്തിയിരുന്നുള്ള പ്രതിഷേധമായിരുന്നു, പെട്ടെന്ന് എഴുന്നേൽക്കുകയായിരുന്നു. എന്താണ് സാഹചര്യം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? പാർലമെന്റിന്റെ സമീപത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്. വലിയ പ്രതിഷേധത്തിലേക്കാണ് CJP പ്രവർത്തകർ, യുവാക്കൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. യുദ്ധക്കളമായി മാറിയിരിക്കുന്നു അക്ഷരാർത്ഥത്തിൽ രാജ്യ തലസ്ഥാനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കായുള്ള പ്രതിഷേധം, ആ രാജിയല്ലാതെ പിന്നോട്ടില്ല എന്നുള്ള വ്യക്തമായിട്ടുള്ള തീരുമാനത്തിൽ, നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CJP പ്രവർത്തകർ. എന്തായാലും ആ പ്രതിഷേധമാണ് രാജ്യ തലസ്ഥാനത്തെ ആകെ പിടിച്ചുലച്ചിരിക്കുന്നത്. ആ പ്രതിഷേധത്തെ അടിച്ചമർത്താനുള്ള നീക്കങ്ങളും നമ്മൾ കണ്ടു. പക്ഷേ അതിൽ നിന്നും എന്ത് വന്നാലും പിന്തിരിയില്ല എന്നുള്ളത് തന്നെയാണ് പ്രവർത്തകരുടെ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്യുന്നത്. അഭിനന്ദിലേക്ക് ഒന്നുകൂടി പോവുകയാണ്. അഭിനന്ദ്, എന്താണ് സംഭവിക്കുന്നത്? ശരി അഭിനന്ദ്, എന്താണ് സംഭവിക്കുന്നത് നിലവിൽ? ശ്രുതി, കൂടുതൽ MPമാർ ഇപ്പോൾ സ്ഥലത്തേക്ക്, ജനപ്രതിനിധികൾ സ്ഥലത്തേക്ക് എത്തുന്ന കാഴ്ചയാണ് നിലവിൽ കാണുന്നത്. MPമാർ, ജനപ്രതിനിധികൾ സ്ഥലത്തേക്ക് എത്തുന്നതോടുകൂടിയാണ്. ആരൊക്കെയാണ് ജനപ്രതിനിധികൾ നമുക്ക് കൃത്യമായി അറിയാൻ കഴിയുന്നില്ല. കാരണം കാലാവസ്ഥ ഇപ്പോൾ പ്രതികൂലമായി മാറിയ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിനുള്ളിലേക്ക് കയറാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മളൊരു ഭാഗത്ത് നിന്നാണ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഈ മഴയത്തും ഇത്ര വലിയൊരു പ്രതിഷേധം, അത് അംബേദ്കറുടെ ചിത്രം ഉയർത്തിക്കൊണ്ട് അടക്കം വലിയൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരിപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പ്രതിഷേധിക്കുകയാണ്. എഴുന്നേറ്റ് നിന്ന് ഒരു ഭാഗത്ത് നിന്ന് ശ്രുതി
സുരേഷ് കൂടുതൽ നേതാക്കൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രതിഷേധം കടുത്തു തന്നെയാണ്, പിന്തിരിയാൻ തയ്യാറല്ല എന്നുള്ളതാണ്. അഭിനന്ദനം തുടർന്നോളൂ. जीवन में कभी ऐसा नहीं देखा था, मैंने कभी ऐसा नहीं देखा था जो आज हुआ है। आपको गिरफ्तार भी किया गया था, अभी बिल्कुल गिरफ्तार किया गया था, और अपनी गिरफ्तारी से बाहर निकल के संसद भवन थाने से निकल के जब थाने में आवाज आ रही थी बच्चों पर लाठीचार्ज की, तो हम समाजवादी एमपी लोग अंदर बैठ के लाठी की आवाज सुन नहीं सकते थे, इसलिए ശ്രുതി, സമാജ്വാദി പാർട്ടി എം പി ധർമ്മേന്ദ്ര യാദവാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. ധർമ്മേന്ദ്ര യാദവിന്റെ അല്പസമയമുള്ള ദൃശ്യങ്ങൾ നമുക്ക് തന്നെ ഉണ്ട്. ഈ ധർമ്മേന്ദ്ര യാദവാണ് അല്പസമയം മുമ്പ് ഈ ജന്തർ മന്ദറിലെ ബാരിക്കേഡ് മറികടന്നാണ് അവിടേക്ക് അഭിജിത്ത് ദീപ്കയെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് എത്തിയത്. അദ്ദേഹം ഇപ്പോൾ ഈ പാർലമെന്റിന് മുന്നിലേക്ക് ഇവിടെ ഈ മഴയത്തും പ്രതിഷേധിക്കുന്ന പ്രവർത്തകർക്ക് പിന്തുണയുമായാണ് എത്തിയിരിക്കുന്നത്. കൂടുതൽ യുവാക്കൾ ഈ സ്ഥലത്തേക്ക് എത്തുന്നതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നുണ്ട്. ചിലർക്ക് കണ്ണീർവാതകം ഒക്കെ പ്രയോഗിച്ച് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ശ്വാസമുട്ട് നടക്കും സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരെയൊക്കെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന രംഗങ്ങളാണ്. മറുവശത്ത് ഒരു ഭാഗത്ത് പോലീസ് തിരക്കിട്ട നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. കൂടുതൽ പോലീസ് സേന ഇവിടേക്ക് എത്തിക്കാനുള്ള നടപടികളിലേക്ക് ഒരു ഭാഗത്ത് മറികടക്കുമ്പോൾ ഈ മഴയത്തും വലിയ പ്രതിഷേധവുമായി കൂടുതൽ ആളുകൾ ഈ പാർലമെന്റ് പരിസരത്തേക്ക് എത്തുന്ന സാഹചര്യമാണ് നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്തുണയുമായി ജനപ്രതിനിധികൾ എത്തുന്നു. ധർമ്മേന്ദ്ര യാദവിന്റെ അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് നമ്മൾ അല്പസമയം മുമ്പ് കണ്ടത്. ജനാധിപത്യത്തെ ആകമാനം അട്ടിമറിക്കുന്ന സമീപനം അത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും പലപ്പോഴും സ്വീകരിക്കുന്നു. അതിനെതിരെയുള്ള പ്രതിഷേധം അത് ആർത്തിരമ്പി രാജസ്ഥാനത്തേക്ക് എത്തുന്ന സാഹചര്യമാണെന്നാണ് നിലവിൽ പറയുകയും ചെയ്തത്. എന്തായാലും വലിയ മഴയത്ത് ഇപ്പോൾ പ്രതിഷേധവുമായി കൂടുതൽ യുവാക്കൾ രംഗത്തെത്തുന്നു. യുവാക്കൾ ഒന്നടങ്കം പറയുന്ന രണ്ടാവശ്യങ്ങൾ, ഒന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, അതാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ ഉറച്ചു നിൽക്കുകയാണ്, ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രവർത്തകർ എന്നുള്ളത്. ആ പ്രതിഷേധമാണ് ഇപ്പോൾ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നത് രാജ്യ തലസ്ഥാനത്ത്.